ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ നടക്കാൻ പോകുന്ന ഭാഗമായിട്ട് പറയാൻ പോണത്, അങ്ങനെ അശ്വിൻ ശ്രുതിനെയൊക്കെ ഹെൽപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ശ്രുതിക്കും വല്ലാത്ത സന്തോഷം തോന്നും കേട്ടോ. അതിനുശേഷം ശ്രുതിക്ക് അതുപോലെ തന്നെ അമ്മക്കും അമ്മായിക്കൊക്കെ കുറച്ച് സാരികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ മുത്തശ്ശി. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട സാരികളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രുതിനെ വിളിക്കുകയാണ്. ശ്രുതി വരുന്നുണ്ട്. ആ സമയത്ത് അശ്വിനാണെങ്കിൽ ഓഫീസിൽ ഇറങ്ങാൻ പോണ തിരക്കാട്ടോ. കാരണം അശ്വിൻ ഇത്രയും നാൾ ലീവ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓഫീസിലേക്ക് ഇറങ്ങാമെന്ന് വെച്ചിട്ട് ഇറങ്ങാൻ പോകുമ്പോഴാണ് ശ്രുതി വരുന്നത് കാണുന്നത്. അത് കാണുന്ന അശ്വിൻ അവിടെ തന്നെ പാത്തും പമ്മി അങ്ങനെ നിൽക്കുക കേട്ടോ. ശ്രുതിയുടെ അടുത്ത് മുത്തശ്ശി ഒരുപാട് സാരി മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. ശ്രുതിക്കുട്ടി നോക്കി ഇതിൽ ഏത് സാരി ഇഷ്ടം വെച്ചാൽ മോൾ എടുത്തോ എന്ന് പറയാണ് മുത്തശ്ശി. ആ സമയത്ത് ശ്രുതി ആദ്യം ഒരു സാരി എടുക്കുന്നുണ്ട്. ആ സാരി അശ്വിനും ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ശ്രുതി ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശ്രുതിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ബ്ലൂ കളർ സാരി ആട്ടോ അത്. ബ്ലൂവും ഒരു ഗ്രീനിഷും കൂടി കൂടിയൊരു കളർ. അതിനുശേഷം അശ്വിൻ വേഗം ഹാവു ഞാൻ മനസ്സിൽ കരുതിയ സാരി തന്നെയാണ് അവളും എടുക്കണേന്നൊക്കെ അശ്വിൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയും ചെയ്യും. പെട്ടെന്നാണ് അവിടേക്ക് എനിക്ക് വരുന്നത്. ആയ് വാവ്, ശ്രുതിക്കുട്ടി സാരി സെലക്ട് ചെയ്യാണോ? ശ്രുതിനെ പറ്റിയ സാരി ഞാൻ സെലക്ട് ചെയ്ത് തരാം. ശ്രുതിയുടെ കളറിനും ശ്രുതിയുടെ ശരീര വടിവിനും ഒക്കെ നല്ല യോജിച്ച സാരി ഞാൻ സെലക്ട് ചെയ്ത് തരാം എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അശ്വിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിക്ക് ഒട്ടും ചേരാത്ത ഒരു കളർ എടുത്ത് ശ്രുതിയുടെ മുമ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരുമാതിരി ഓറഞ്ച് പോലത്തെ ഒരു കളറാട്ടോ. ശ്രുതി എടുത്ത് പറയും ഈ കളർ നിനക്ക് നന്നായിട്ട് ചെയ്യേണ്ടെന്ന് പറയും കേട്ടോ. ആ സമയത്ത് ശ്രുതിക്കാണെങ്കിൽ അറിയില്ല, ആരെങ്കിലും സാരി എടുത്താൽ അത് മതി, അതായത് ശ്രുതിക്ക് ഇന്ന ആഗ്രഹമൊന്നുമില്ല. ആണോ ഇതെനിക്ക് നന്നായിട്ട് ചേരുമോ, ഇതെങ്ങനെയുണ്ട് മുത്തശ്ശി, മോൾക്ക് എല്ലാം ചേരും, മോളെ ഏതാണെന്ന് എടുത്തോന്ന് പറയാണ്. അങ്ങനെ ശ്രുതി അതെടുക്കുമ്പോൾ അത് വലിയ ക്വാളിറ്റിയൊന്നും ഇല്ലാത്തൊരു സാരിയാണ്. അപ്പോൾ ശ്രുതി ആദ്യം എടുത്ത സാരിയാണ് കുറച്ച് വിലയുള്ള സാരി. അത് കണ്ട് എനിക്ക് എടുത്തു കൊടുത്ത സാരി കുറച്ച് വില കുറഞ്ഞ സാരിയാണ് കേട്ടോ. അതിനേക്കാളും വില കുറവാണ്. അത് കാണുന്ന അശ്വിൻ പെട്ടെന്ന് തന്നെ ഫോൺ വിളിക്കുന്ന പോലെ സംസാരിച്ചിട്ട് പറയുന്നുണ്ട്, അതെ നീ ആദ്യം എടുത്ത് തന്നെ എടുത്താൽ മതി, അതാണ് നല്ല സ്റ്റഫാണ്, നല്ല മെറ്റീരിയലാണ്, നല്ല റേറ്റുമാണ്, നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അത് കേൾക്കുന്ന ശ്രുതിക്ക് മനസ്സിലാവും അശ്വിന് ആ സാരി എന്നെ ഇഷ്ടപ്പെട്ടേന്ന്. അതുകൊണ്ട് തന്നെ ശ്രുതി മുത്തശ്ശി എടുത്ത് പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്ക് ഈ ആദ്യം എടുത്ത സാരി തന്നെ മതി, അതിനെന്താ മോൾ അത് എടുത്തോന്ന് പറയാണ്. അതിനുശേഷം ആ സാരി ഇങ്ങനെ മേത്ത് വെച്ചിട്ട് ശ്രുതി ഇങ്ങനെ നോക്കുമ്പോൾ അശ്വിന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. നാളത്തെ എപ്പിസോഡിൽ ഇതാണ് കാണാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ നാളെ കാണാം. ബൈ ബൈ.